കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധിയിൽ തല പുകഞ്ഞിരിക്കുകയാണ് പല നേതാക്കളും. ബി.ജെ.പിയുടെ അതിശയകരമായ ജനവിധിയിലൂടെയുള്ള മുന്നേറ്റത്തിൽ ഇടത് വലത് നേതാക്കൾ അമ്പരന്ന സാഹചര്യമാണ്. പ്രധാനമായും ഇടതുപക്ഷത്തിനുണ്ടായ കനത്ത പരാജയമാണ് നേതാക്കൾ ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല, ബി.ജെ.പിയുടെ മുന്നേറ്റത്തിൽ ദേശീയ തലത്തിൽ നിന്നും അഭിനന്ദന പ്രവാഹങ്ങളായിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെ അഭിനന്ദനം അറിയിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി പിടിച്ചെടുത്ത സാഹചര്യത്തിലാണ് ദേശീയ തലത്തിൽ അഭിനന്ദന പ്രവാഹങ്ങളുമായി നേതാക്കൾ എത്തിയത്. തിരുവനന്തപുരത്ത് ആദ്യമായി ബി.ജെ.പി മേയർ വരാൻ പോകുന്നുവെന്നും ജനം മോദിയെ മാത്രമാണ് വിശ്വസിക്കുന്നതെന്ന് തെളിഞ്ഞുവെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്. വികസിത കേരളം ഉയർത്തി പ്രചാരണം നയിച്ച സംസ്ഥാന അധ്യക്ഷനും പ്രവർത്തകർക്കും അമിത്ഷാ അഭിനന്ദനം അറിയിച്ചു. എക്സിൽ മലയാളത്തിൽ പോസ്റ്റിട്ടാണ് അമിത്ഷായുടെ പ്രതികരണം. രാജീവ് ചന്ദ്രശേഖരനും കാര്യകർത്താക്കൾക്കും അഭിനന്ദനങ്ങൾ എന്നും അമിത്ഷാ പറഞ്ഞു. ഇതിനകം എക്സിൽ 4 കുറിപ്പ് പങ്കുവെച്ച മോദി മലയാളത്തിലടക്കം സന്തോഷം പങ്കുവയ്ക്കാനും മറന്നില്ല. മോദിക്കൊപ്പം കേന്ദ്രമന്ത്രിമാരും ബി.ജെ.പി ദേശീയ നേതാക്കളുമെല്ലാം തലസ്ഥാന വിജയം ആഘോഷമാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും പ്രിയം മലയാളത്തിലെ കുറിപ്പ് തന്നെയാണെന്നാണ് പ്രത്യേകത. കേരളത്തിലെ വിജയം ദേശീയ തലത്തിൽ വ്യാപക പ്രചാരണമാക്കിയിരിക്കുകയാണ് ബി.ജെ.പി നേതാക്കൾ. വികസിത കേരളം എന്ന പ്രചാരണത്തിലൂന്നിയാണ് കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവർ വിജയാഘോഷത്തിൽ പങ്കാളികളായിരിക്കുന്നത്. അതേസമയം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതികരിച്ച് തിരുവനന്തപുരം എം.പിയും കോൺഗ്രസ് നേതാവുമായ ശശി തരൂരും രംഗത്തെത്തിയിരുന്നു. സംസ്ഥാനത്താകെയുള്ള യു.ഡി.എഫിന്റെ മികച്ച വിജയത്തെ അഭിനന്ദിച്ച തരൂർ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ ചരിത്ര വിജയത്തെയും അഭിനന്ദിക്കാൻ മടി കാട്ടിയില്ല. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നതാണ് ഫലം കാണിക്കുന്നതെന്നും ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് തലസ്ഥാനത്തടക്കം ദൃശ്യമായതെന്നും തരൂർ അഭിപ്രായപ്പെട്ടു. എൽ.ഡി.എഫിന്റെ ദീർഘകാല ഭരണത്തിനെതിരായ ജനവികാരമാണ് യു.ഡി.എഫിന്റെയും ബി.ജെ.പിയുടെയും വിജയത്തിന് പിന്നിലെന്നും അദ്ദേഹം എക്സിലെ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. കേരള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ അത്ഭുതകരമായ ഫലങ്ങൾ നൽകിയ ഒരു ദിനമാണ് അത്. ജനവിധി വ്യക്തമാണ്. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ മികച്ച വിജയത്തിൽ യു.ഡി.എഫിന് വലിയ അഭിനന്ദനങ്ങൾ. ഇത് വൻ അംഗീകാരമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങൾ നൽകുന്ന ശക്തമായ സൂചനയും. കഠിനാധ്വാനം, ശക്തമായ സന്ദേശം, ഭരണവിരുദ്ധ വികാരം എന്നിവയെല്ലാം ഒത്തുചേർന്ന് 2020-ലേതിനേക്കാൾ മികച്ച ഫലം നേടിയെടുക്കാനായി തിരുവനന്തപുരത്തെ ബി.ജെ.പിയുടെ ചരിത്രപരമായ വിജയവും അംഗീകരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവരുടെ പ്രധാന വിജയത്തിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തലസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ശ്രദ്ധേയമായ മാറ്റം അടയാളപ്പെടുത്തുന്ന ശക്തമായ പ്രകടനമാണ് ബി.ജെ.പി നടത്തിയത്. കൂടാതെ ബി.ജെ.പിയുടെ വികസന വാഗ്ദാനം തലസ്ഥാന ജനതയെ മനസ്സിലേറ്റി താരമുദ്ര പതിച്ചതിൽ ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം എൻ.ഡി.എക്കാണ്. തിരഞ്ഞെടുപ്പ് നടന്ന 100-ൽ 50 സീറ്റ് നേടി ചരിത്ര മുന്നേറ്റം നടത്തിയ ബി.ജെ.പിയുടെ മേയർ ആരാകുമെന്നാണ് ചോദ്യം. വി രാജേഷിനെ മേയറായി ഉയർത്തിക്കാട്ടുന്നുണ്ടെങ്കിലും മുൻ ഡി.ജി.പി ആർ ശ്രീലേഖയ്ക്കും സാധ്യതകൾ ഏറെയാണ്. കേരളത്തിലെ ആദ്യത്തെ IPS വനിതാ ഉദ്യോഗസ്ഥയെന്ന പരിചയ സമ്പത്ത് ആർ ശ്രീലേഖയ്ക്ക് മുതൽക്കൂട്ടാവുമെന്നാണ് കരുതുന്നത്. ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ഏറെ ഉറ്റുനോക്കുന്ന നഗരങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. ഒരു ഉയർന്ന പ്രൊഫൈലും സ്ത്രീ എന്ന പരിഗണനയും എടുത്താൽ ശ്രീലേഖയ്ക്ക് സാധ്യത ഏറെയാണ്. എന്നാൽ പൊതുരംഗത്തെ പരിചയക്കുറവ് ഒരു പോരായ്മയാകും. കാത്തിരുന്ന് ലഭിച്ച കോർപ്പറേഷൻ ഭരണ പരിചയമുള്ള കൈകളിൽ എത്തിക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുക. ദീർഘകാലത്തെ പൊതുപ്രവർത്തന പരിചയം, കോർപ്പറേഷനിലെ ബി.ജെ.പി മുഖമെന്ന ഇമേജും പരിഗണിച്ചാൽ വി രാജേഷിനാണ് മുൻതൂക്കം. യുവാവെന്ന പരിഗണന കൂടി കണക്കിലെടുത്താണ് കേരളത്തിലെ ആദ്യ മേയർ സ്ഥാനം വി രാജേഷിന്റെ കൈകളിൽ എത്തിയേക്കാം. കഴിഞ്ഞ 5 വർഷവും കോർപ്പറേഷൻ ഭരണത്തിനെതിരെ സമരങ്ങൾ നയിച്ചത് രാജേഷ് ആയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.